എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയ സ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള ക്ലാസ് എങ്കിലും ഇന്ന് ലേഖനത്തിലൂടെ നാം അധികം പോയില്ല. ക്രിസ്ത്യാനി എന്ന വിഷയത്തിനു വേണ്ടി ശിഷ്യൻ എന്ന വിഷയത്തിലേക്ക് പോയി അവിടെ തന്നെ 2 മണിക്കൂറോളം നാം ഇന്ന് ചിലവഴിച്ചിരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 26:28. ക്രിസ്ത്യാനിയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 26:28. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ ഒന്നാമത് നമ്മൾ ഇതുവരെ ചിന്തിച്ചതിന് ശിഷ്യനായ ക്രിസ്ത്യാനി. 2ാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്രിസ്ത്യാനി, സ്വാധീനിക്കുന്ന ക്രിസ്ത്യാനി. ഒന്നുകൂടെ വായിക്കാമോ? അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകേണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം നമ്മളിപ്പോൾ വായിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. രാജസന്നിധിയിൽ നിന്ന് സംസാരിച്ചാലോ, കോടതിയിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു വക്കീലെങ്കിലും ഉണ്ട്. രാജസന്നിധിയിലോ രാജാവല്ലാതെ ആരുമില്ല. നോക്കിയേ, 26-ാം അധ്യായത്തിന്റെ 24 മുതൽ വായിക്കാം. ഇങ്ങനെ പ്രതിവാദിക്കയിൽ ഫെസ്തോസ്, പൗലോസെ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇത് ഒന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, വിളിക്കുന്ന കേട്ടോ, രാജസന്നിധിയിൽ നിന്നുകൊണ്ടുള്ള സംഭാഷണമാണേ. അപ്പം കളിവാക്ക് പറയാവുന്ന സ്ഥലമല്ല, വളരെ ഗൗരവമേറിയ ഒരു സംഭാഷണമാണ്. അഗ്രിപ്പ രാജാവേ, വായിച്ചോ. പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? ചോദിക്കുക, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കഴിഞ്ഞ ദിവസം നമ്മുടെ സ്നേഹിതൻ വിജയ് ട്രാവൻ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം ചെയ്തു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഇത് അവതരിപ്പിക്കുന്ന റിമി ടോമി പറയുക, ഇവിടുത്തെ അന്തരീക്ഷാകെ മാറിപ്പോയല്ലോ, നമ്മൾ വേറെ എവിടെയോ നിൽക്കുന്ന പോലെ തോന്നുന്നല്ലോ എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു. മർക്കോസിനോട് ചോദിച്ചപ്പോൾ മർക്കോസ് പറഞ്ഞാൽ ആകെ ഒന്ന് വൈബ്രൻ്റ് ആയ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നിഷേധിക്കാൻ പറ്റാത്ത വിധം ആ സ്റ്റുഡിയോയെ സ്വാധീനിച്ചു. ഇവിടെ ഇതാ രാജാവ് വിറച്ചു. രാജാവിനോട് വർത്താനം പറയുന്നതിനാണ് രാജാവ് ചോദിക്കുക, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പോവാണോ എന്ന് പറഞ്ഞാൽ ആയി കഴിഞ്ഞു. ഇനി 5 മിനിറ്റോട് സംസാരിച്ചാൽ എന്താവും? ആവും. പിറവൻ ടൗണിൽ ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ നടത്തുന്ന സാറുണ്ട്. എൻ്റെ പിള്ളേരെ 3 പേരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അവിടെ
അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തൊരു കൺവെൻഷൻ ഞങ്ങൾ നടത്തി. ഞങ്ങൾ വലിയ കൂട്ടാണ്, എന്നെ വലിയ കാര്യം, പിള്ളേരെ പഠിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലൊക്കെ എപ്പോഴും കാണും. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീടിൻ്റെ പരിസരത്തൊരു കൺവെൻഷൻ വന്നപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ സാറിൻ്റെ കാര്യം പറഞ്ഞു. തൊട്ടടുത്തതിൽ സാർ എൻ്റെ സ്നേഹിതനാണെന്നൊക്കെ പറഞ്ഞ് സാറ് മിറ്റത്തിറങ്ങി ഇന്ന് കസേര ഇട്ടിരുന്ന പ്രസംഗം മുഴുവൻ കേട്ടു. അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് കാണാം സാറിനെ. അതെല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ പിറവ മാർക്കറ്റിൽ കൂടെ പോകുമ്പോൾ സാറ് പെട്ടെന്ന് സ്കൂട്ടർ നിർത്തി ഓടി വന്നു. പാസ്റ്ററെ പോവല്ലേ, ഞാൻ ഒന്ന് കാണാതിരിക്കരുത്. അപ്പം എനിക്ക് കൂടുതൽ സന്തോഷമായി. പാസ്റ്റർ ഞങ്ങൾ കുടുംബമായിട്ടൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞു. നിങ്ങൾ പറ, ഒരു പാസ്റ്റർക്ക് അതിൽ കൂടുതൽ എന്നെ സന്തോഷം വേണ്ടേ? അടുത്ത വാചകം കേട്ടോളാം, ഇനി ഒരിക്കൽ പോലും പാസ്റ്ററുടെ പ്രസംഗം കേൾക്കുകയല്ലെന്ന് തീരുമാനിച്ചത്. എന്താ പകുതിയായപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇനി ഇത് കേട്ടാൽ നമ്മൾ പള്ളി വിടേണ്ടി വരും, അതുകൊണ്ട് അകത്ത് കയറിയോ എന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. സ്തോത്രം. എത്ര സത്യസന്ധരായ മനുഷ്യ അല്ലേ, അതൊക്കെ തുറന്നു പറയൂ അല്ലേ? അതാണ് ആ മനുഷ്യരുടെ ഗുണാചാരി പറയുന്നത്. ഇതുപോലെ തന്നെ അഗ്രിപ്പാവ് വൈബ്രൻ്റായി അല്ലേ? മന്ത്രവാദമല്ല, മയക്കുമരുന്നല്ല, സുവിശേഷത്തിൻ്റെ ശക്തി, പറയുന്ന ആളുടെ ശക്തി അല്ല. ആത്മാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടെ സുവിശേഷം പങ്കുവെച്ചാൽ അത് മനുഷ്യനെ പിടിക്കും, അത് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അഗ്രിപ്പാവ് വിറച്ചുപോയി, നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പോകണോ എന്ന് പറഞ്ഞാൽ, നീ ഇനിയും വർത്താനം പറഞ്ഞാൽ ഞാൻ ആരാവും? ക്രിസ്ത്യാനിയാവും. അത്ര പകുതി ആയിക്കഴിഞ്ഞു. അപ്പോഴാണ് ആ ക്രിസ്ത്യാനി എന്ന വാക്ക് അദ്ദേഹം അവിടെ പറയേണ്ടി വന്നത്. അപ്പോ 10-20 കൊല്ലമായിട്ട് ആരെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ ഉപ്പല്ല, കല്ല, സോൾട്ടാണോ സ്റ്റോണാണോ എന്ന് പരിശോധിക്കുക. ഇത് രണ്ടും ചോറിനകത്ത് കിടക്കുന്നതായിട്ട് ബൈബിളിലുണ്ട്. യൂദായുടെ പുസ്തകത്തിൽ കല്ല് കിടപ്പുണ്ട്, ചോറിനകത്ത് കല്ല്. ചില ആളുകളെ കുറിച്ച് പറയുക, അവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന കല്ലാണ്. പാറയെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ തർജ്ജമയിൽ വന്ന പ്രശ്നം, ചോറിനകത്ത് പാറ കിടക്കൂ. പാറ എന്ന് പറഞ്ഞാൽ വലിയ കുന്നല്ല, കല്ലാണ്. ചോറിലെ കല്ലായി ഉദ്ദേശിക്കുന്നത്. അത് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ചോറിനകത്ത് എങ്ങനെയാണ് കല്ല് വരുന്നത്? അരിക്കകത്താ കല്ല് വരുന്നത്. അതെ. അപ്പൊ കഴുകിയപ്പം അതും കഴുകി നല്ല വൃത്തിയാക്കി വെള്ളത്തിലിട്ടു, അടുപ്പേ വെച്ചു, തീ കത്തിച്ചു. അരിയുടെ കൂടെ കിടന്ന് ഇങ്ങനെ തിളച്ച് മറിയുക. നല്ല തീ കൊടുത്താൽ പൊങ്ങിച്ചാടും. ആര്? കല്ല്. അരിയുടെ കൂടെ. പക്ഷെ ഒരു പ്രയോജനമില്ല, അകത്തോട്ട് കയറുന്നില്ല. തീ നിർത്തി കഴിയുമ്പോൾ താഴും. അത് കഴിഞ്ഞ് പാത്രത്തിലോട്ട് കോരിയെടുക്കും. ചോറിൻ്റെ കൂടെ പുള്ളിക്കിനെ കിടക്കും. കടിക്കുമ്പോഴാണ് അറിയുന്നത്, പറ്റിച്ചല്ലോടാ. അടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ തീക്കകത്തെല്ലാം കിടന്നിട്ടും വേകാത്തത് ഉണ്ട്. അനേകം തീക്കകത്ത് അനേക പ്രാവശ്യം കിടന്നിട്ടും ആളുകളുമായി എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത? ഇനി എന്തോ വേകാനുണ്ടല്ലേ? സ്വാധീനിക്കാൻ പറ്റുന്നില്ല, ആരെയും സ്വാധീനിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? അകറ്റുന്നു. ഇവിടെയാണ് നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കണ്ടെത്തണം, കുറ്റം എൻ്റെ ഭാഗത്തായിരിക്കാം. അതേസമയം ഉപ്പാണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ഉപ്പ് പിന്നെ ഇല്ല. ഉപ്പ് ചോറിനകത്തെല്ലാം വ്യാപിച്ചു പോയി. പിന്നെ ഉപ്പ് കാണാനില്ല. ഉപ്പ് കയറി അങ്ങ് സ്വാധീനിക്കും. യഥാർത്ഥ ക്രിസ്ത്യാനി സ്വാധീനിക്കുന്ന ക്രിസ്ത്യാനിയാണ്. അവൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ സ്വാധീനിക്കും. അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇടപെടുമ്പോഴും എല്ലാം സ്വാധീനിച്ചുകൊണ്ടിരിക്കും. മത്തായി സുവിശേഷം 5:13, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അർത്ഥം നമുക്കറിയാമല്ലോ. നമ്മൾ മറ്റുള്ളവരെ
സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശോധന ചെയ്യാം. മറ്റുള്ളവരെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1 കൊല്ലം 2 കൊല്ലം വിശ്വാസത്തിൽ നിന്ന് കഴിയുമ്പോൾ നമ്മളൊരു കാര്യം കണ്ടെത്തണം. നമ്മൾ ഇനിയുമുള്ള ജീവിതം മറ്റുള്ളവരെ നേടാനാണ്. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല വരുന്നത്, മറ്റുള്ളവരെ നേടാനും കൂടിയാണ് വരുന്നത്. ഈ ചിന്ത നമ്മളോട് തന്നെ നാം പറയണം. മർക്കോസ് സുവിശേഷം 5:19 ഒരു ഭ്രാന്തനെ സൗഖ്യമാക്കുന്നത് കാണാം. 5:1 മുതൽ ആ ചരിത്രമാണ്. ഭൂതഗ്രസ്തനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. സൗഖ്യമായപ്പോൾ അവൻ എന്താ പറയുന്നേ? 18-ാം വാക്യം വായിച്ചേ. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശുവിന്റെ കൂടെ പോകാൻ അവൻ ആഗ്രഹിച്ചു. അവന് വീടുമില്ല, നാടുമില്ല, കൂടുമില്ല. അവൻ ചവക്കോട്ടെ താമസിച്ചവനല്ലേ. അവന് പോകാൻ വിഷമമില്ലല്ലോ. അവൻ കർത്താവിനോട് പറഞ്ഞു, ഞാനും പോരുക. ഉടനെ കർത്താവ് എന്നാ പറഞ്ഞു? യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. നീ നിന്റെ വീട്ടിൽ ചെല്ലണം. എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു വാക്യമാണത്. അവനൊരു വീടുണ്ട്, പക്ഷെ അവൻ വീട്ടിലല്ല കിടന്നത്. അവൻ ശവക്കോട്ടകളിൽ കിടന്നു. അവൻ ഭൂതം പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു. ചങ്ങലയൊക്കെ ഇട്ട ചങ്ങല പൊട്ടിക്കുന്നവനായിരുന്നു. അവനെ വീട്ടുകാർ കയറ്റത്തില്ല. അവൻ എന്നേ വീട് വിട്ടതാ. പക്ഷെ യേശു തമ്പുരാൻ അവനെ നോക്കിയിട്ട് പറയുക, നിനക്കൊരു വീടുണ്ട് എന്ന്. മാത്രമല്ല, നിന്നെക്കുറിച്ച് വിഷമിക്കുന്ന കുറെ പേര് അവിടെ ഇരിപ്പുണ്ട്. നിന്നെ കണ്ടാൽ, നിനക്ക് വന്ന മാറ്റം കണ്ടാൽ സന്തോഷിക്കുന്ന കുറെ പേര് അവിടെ ഇരിപ്പുണ്ട്. നീ ആദ്യം നിന്റെ വീട്ടിൽ ചെല്ലണം. അവന് പറയാൻ മറുപടി കാണും. എൻ്റെ പൊന്നു സാറേ, എന്നെ വീട്ടിൽ ചെന്നാൽ അവർ അംഗീകരിക്കത്തില്ല. ഒന്നും സാരയില്ല, നീ ചെല്ലേ. നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുക. കർത്താവ് നിനക്ക് ചെയ്തത് പറയുക. ഒരു പ്രാന്തൻ വിശ്വാസി വരുമ്പോൾ കർത്താവ് പറയുന്ന വാക്കാണത്. നീ നിന്റെ വീട്ടിൽ ഉള്ളവരെ ഇത് അറിയിക്കുക. അതെ, നമ്മുടെ സ്വാധീനം എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം എത്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4:39 പെട്ടെന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4:39. യോഹന്നാന്റെ സുവിശേഷം 4:39. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. ഇതിനേക്കാൾ വൃത്തികെട്ട ഒരു സ്ത്രീ ഉണ്ടോ? ആദ്യം പറഞ്ഞത് ഒരു മനോരോഗിയാണ്, ഒരു ഭൂതഗ്രസ്തനാണ്. പക്ഷെ അവനെയും യേശു ഉപ്പാക്കുന്നു. അവനെയും യേശു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നു. നിനക്കും ചിലരെ സ്വാധീനിക്കാൻ പറ്റും. ഭ്രാന്തനോട് പറയുക. ഇവിടെ ഇതാ ദുർമാർഗി എന്ന് നെറ്റിയേൽ എഴുതി വിട്ട ഒരു സ്ത്രീ. അവൾ യേശുവിനെ കണ്ടു. യേശു അവളെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ യേശു പറയാതെ തന്നെ അവളുടെ ദേശത്തെ മുഴുവൻ സ്വാധീനിച്ചു. മുഴുവൻ പേരെ സ്വാധീനിച്ചു. അവരെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നു. അടുത്ത വാക്യം. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. പിന്നെ ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. സ്ത്രീയോട് അവർ പറയുക, ഇനി നിന്റെ വാക്ക് വേണ്ട, ഞങ്ങൾക്ക് നേരിട്ട് കർത്താവുമായി ബന്ധമായി. അതിന് ശമരിയ സ്ത്രീ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളൊരാളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാൽ അവൻ നമ്മുടെ കസ്റ്റഡിയിൽ നിൽക്കണം നിർബന്ധമില്ല. അവനെ കർത്താവിൻ്റെ കസ്റ്റഡിയിലാക്കിയാൽ മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശമരിയ സ്ത്രീ വന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയാം, പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് യേശുവിനെ അറിഞ്ഞു. നമുക്ക് ഈ ഒരു ദൈവദാസനുമായിട്ടൊരു ബന്ധമുള്ളത് നല്ലതാണ്. പക്ഷെ കർത്താവുമായിട്ട് നേരിട്ടൊരു ബന്ധം വേണം. കർത്താവുമായിട്ട് നേരിട്ടുള്ള ബന്ധം എല്ലാവർക്കും വേണം. അതിന് ജനത്തെ പ്രാപ്തരാക്കുകയും കൂടെ വേണം. ഓരോരുത്തരും യേശുവുമായി ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു.
ഈ സ്ത്രീയുടെ സ്വാധീനം ഒന്ന് വായിച്ചു നോക്കണം. 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കുക. അവൾ അനേകരെ സ്വാധീനിച്ചു യേശുവിൻ്റെ അടുക്കലേക്ക്. മത്തായി 5:13, മർക്കോസ് 5:19, യോഹന്നാൻ 4:39. ഈ 3 വാക്യങ്ങൾ നമ്മുടെ സ്വാധീനത്തെക്കുറിച്ച് വചനം നമ്മോട് പറയുന്നു. ഇതാണ് ക്രിസ്ത്യാനിയുടെ മറ്റൊരു അർത്ഥം. ക്രിസ്ത്യാനിയുടെ മറ്റൊരു അർത്ഥം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരും സമ്മതിപ്പിക്കുന്നവരും ആയിരിക്കണം. പൗലോസിന്റെ വാക്കുകളിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാമോ? ഒരു ദൂതും കൂടി അവിടെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26 വാക്യം 28. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ ആ വാക്യം. രാജസന്നിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പൗലോസിനെ ഒരാൾ ആദ്യമേ ചോദ്യം ചെയ്തു. ഉടനെ പൗലോസ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെളിവുള്ളതാണ്, ആധികാരികമാണ്, അതൊരു കോണിൽ നടന്നതല്ല. 26 ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, അതൊരു കോണിൽ നടന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞ കാര്യം രാജാവിന് അറിവുള്ളതാണ്. ഇതൊരു ഒളിച്ചു കച്ചവടമല്ല, ഇതിനകത്തൊന്നും മറയ്ക്കാനില്ല. ഞങ്ങളുടെ മെസ്സേജ് സുതാര്യമാണ്. ഞങ്ങളുടെ മെസ്സേജിനകത്ത് ഒരു കള്ളക്കളിയുമില്ല, ഒരു അജണ്ട ഇല്ല. ഞങ്ങൾക്ക് ഈ ക്ലാസ്സിന് ഒരു അജണ്ട ഇല്ലെന്നേ, ഇല്ല. ഒറ്റ അജണ്ടയേ ഉള്ളൂ: ചിലർ നിത്യതയ്ക്കായി ഒരുങ്ങണം. വേറെ ഒരു അജണ്ടയും ഇല്ല. പൗലോസ് പറയുക, ഇതൊരു കോണി നടന്ന കാര്യമൊന്നുമല്ല, ഇത് കുറെ പേര് പറ്റിക്കാനുണ്ടെങ്കിൽ പ്രസ്ഥാനമല്ല. നിത്യതയിൽ മനുഷ്യന് പോകാൻ ഒരു വഴിയേ ഉള്ളൂ, അത് പറയുന്ന ഞങ്ങളുടെ ജോലി. ഉടനെ അപ്പോഴത്തേനും ഈ രാജാവിന് മനസ്സിലായി ഇത് സത്യമാണ്. അയാൾ ആകെ വിറച്ചു. നീ എന്നെ ക്രിസ്ത്യാനി ആക്കാൻ പോവാണോ? അയ്യോ അല്ല സാറേ, അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ എന്നല്ല പറഞ്ഞേ, അത് തന്നെ ഞങ്ങളുടെ പ്ലാന്. അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ. നീ മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പേരും. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഇതാ നമ്മുടെ ആഗ്രഹം. ഈ ശബ്ദം ഇന്ന് പാലാരിവട്ടത്തിരുന്ന് കേൾക്കുന്നവരല്ല, ലോകം മുഴുവൻ ഇത് കേൾക്കുന്ന എല്ലാവരും പൗലോസിനെ പോലെ ആകണം, യേശുവിനെ പോലെ ആകണം, നിത്യതയുടെ ദർശനം പ്രാപിക്കണം. ഈ നൈമിഷികമായ ലൗകികത വിട്ട് നിത്യതയ്ക്കായി ഒരുങ്ങണം. സ്തോത്രം. അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: ഈ ചങ്ങല മാത്രം നിങ്ങൾക്ക് വേണ്ട, ഈ ചങ്ങല ഒഴികെ. നല്ലൊരു കാര്യമാണ് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസാ ചങ്ങല എന്ന് പറയുന്നത്. അതെല്ലാവർക്കും വേണമെന്ന് നമ്മൾ നിർബന്ധിക്കരുത്. മനസ്സിലായോ? ചില ഉപദേശങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ഞാനിങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. അത് വേണ്ട. യേശു എങ്ങനെയാണോ അങ്ങനെ ആയാൽ മതി. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അത് മുഴുവൻ വേറൊരാൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാവരും യേശുവിനെ പോലെ ആകണം. എല്ലാവരും വചനത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വരണം. സ്തോത്രം. ഓരോരുത്തരുടെ രീതി പിന്തുടരണമെന്ന നിർബന്ധം ആരും പിടിക്കരുത്. ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ഓരോരോ അനുഭവങ്ങളുണ്ട്, ഓരോരോ വ്യാഖ്യാന മെത്തേഡുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലേ പറ്റൂ എന്ന് പറയരുത്. പക്ഷെ നിങ്ങളെല്ലാവരും കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന് തൻ്റെ മെസ്സേജിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. അതാണ് ആ ധൈര്യത്തിന് കാരണം. അതാണ് സ്വാധീനിക്കുന്ന ക്രിസ്ത്യാനി. അദ്ദേഹത്തിന്റെ മെസ്സേജിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. എന്നെ നോക്കണ്ടെന്നേ, യേശുവിനെ നോക്കിയാൽ മതിയെന്നേ എന്ന് എല്ലാ കാലവും പറഞ്ഞുകൊണ്ട് നടന്നാ പറ്റത്തില്ല. എന്നെ പോലെ ആയിക്കൂ, കുറഞ്ഞ പക്ഷെ ഇത്രയെങ്കിലും ആകും. അദ്ദേഹത്തെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പോലെ ആയാൽ നരകത്തിൽ പോവുകയില്ല എന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. കണ്ടോ? അപ്പൊ അദ്ദേഹത്തിന് മെസ്സേജിനെ കുറിച്ച് നല്ല ഉറപ്പുണ്ടായിരുന്നു. വാക്യം 26 എഴുതിയിരിക്കുകയാണ്,
അത് ഒരു കോണിൽ നടന്നതല്ല. ഒന്നും മറവായിരിക്കുന്നില്ല. ആർക്കും മറയ്ക്കാവുന്ന കാര്യമല്ല. ഭൂമി കുലുങ്ങിയാൽ അത് ബാധിക്കാത്തത് പിന്നെ ആരെയാ? പർവ്വതങ്ങൾ കുലുങ്ങിയില്ലേ? പാറകൾ പിളർന്നില്ലേ? സൂര്യൻ ഇരുണ്ടില്ലേ? ദേവാലയത്തിലെ തിരശ്ശീല കീറിയില്ലേ? അറിയാത്ത ആരുണ്ട്? സുവിശേഷകന് ഒരു അഭിമാനം വേണം. ഭൂമിയെ കുലുക്കി ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ മരണം മാത്രമേ ഉള്ളൂ. പാറകളെ പിളർത്തിയ ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ മരണം മാത്രമാണ്. ദേവാലയത്തിന്റെ തിരശീല മേൽത്തൊട്ടടിയോളം കീറിയ ഒരു ദൂതുണ്ടെങ്കിൽ അത് ഞാനും നീയും പ്രസംഗിക്കുന്ന ഗോസ്പല. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യന്റെ കാര്യമല്ല ഞാനും നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓരോരോ ഗ്രാമത്തിന് ഓരോരോ ദൈവങ്ങളുണ്ട്. അതല്ല സുവിശേഷം. ആകാശത്തിന്റെ കീഴിൽ, മനുഷ്യരുടെ ഇടയിൽ, ഭൂമിക്ക് മുകളിൽ നിത്യതയുടെ ദൂത് ഒരാളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ ദൂതാണ്. നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആവേശഭരിതനായി. എന്റെ മെസ്സേജ് അല്ലാതെ വേറെ മെസ്സേജ് ഇല്ലെന്ന് എനിക്കറിയാതെ. നിങ്ങൾ എത്ര കാലം തല്ലും, എത്ര കാലം ചീത്ത വിളിക്കും, എത്ര കാലം ഒതുക്കാൻ പറ്റും, എത്ര കാലം നശിപ്പിക്കാൻ പറ്റും? ദൂത് ദൈവത്തിൻ്റെതാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയയില്ല. അഗ്രിപ്പ രാജാവേ, നിന്റെ കൊട്ടാരത്തിനകത്ത് ഒതുങ്ങുന്ന ദൂതല്ല എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് ക്രിസ്ത്യാനി? അവന്റെ മെസ്സേജിനെ കുറിച്ച് അറിവുള്ളവനാണ്. 2, അവൻ യേശുവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. കളവ് പറയാത്ത, വ്യാജം പറയാത്ത, അഭിനയിക്കാത്ത, സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്ന, സത്യം മാത്രമായ, പുനരുത്ഥാനവും ജീവനുമായ യേശുവിനെ കുറിച്ച് പറയാൻ എന്തിനു ലജ്ജിക്കണം? പൗലോസ് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തി ആകുന്നു. ഇതൊരു കോണിൽ നടന്നതല്ല. ഇത് ഈ വാദം, ഈ പ്രതിവാദം രാജസന്നദ്ധിയിൽ നടത്തുന്നതിന് മുമ്പുള്ള ചരിത്രം ഇങ്ങോട്ട് എടുക്കണം. തെസ്സലോനിക്കയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിച്ചു. ഫിലിപ്പിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. കൈയും കാലും കെട്ടി ഏറ്റവും അകത്തെ തടവിലിട്ടു. മെസ്സേജ് തീർന്നെന്ന് എല്ലാരും കൂടി വിളിച്ചു പറഞ്ഞു. ഏറ്റവും വലിയ പ്രസംഗികനെ അതിനകത്ത് പൂട്ടി. ഇച്ചിരുടെ പുറകിലത്തെ അധ്യായത്തിലോട്ട് പോയാൽ അന്നത്തെ ലീഡറെ വാളുകൊണ്ട് കൊന്നു. അടുത്ത ലീഡറെ ജയിലിൽ ഇട്ടു. മെസ്സേജ് തീർന്നെന്നാ പറഞ്ഞത്. പക്ഷേ ഇട്ട ജയില് പോലും പൊളിച്ച ചരിത്രമാണ് സുവിശേഷത്തിന്റെ പുറകിൽ നിൽക്കുന്നത്. അതുകൊണ്ട് രാജാവേ, ഇതൊരു കോണിൽ നടന്ന കാര്യമല്ല. ഇതിനെ പിടിച്ചു കെട്ടാനോ ഒതുക്കാനോ ദുർവ്യാഖ്യാനം ചെയ്യാനോ നശിപ്പിച്ചു കളയാനോ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. റോമൻ ഗവൺമെന്റിനെ വെല്ലുവിളിച്ച മെസ്സേജ് ആണെങ്കിൽ ഈ മെസ്സേജിനെ 2016 ആർക്ക് തടയാൻ കഴിയും? പൗലോസിന്റെ അഭിമാനം കണ്ടോ? ഇതൊരു കോണിൽ നടന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഏതെങ്കിലും ഒരു ഗ്രാമത്തിന്റെ വകയല്ല, ഒരു പഞ്ചായത്തിന്റെ വകയല്ല, ഒരു സ്റ്റേറ്റിന്റെ അല്ല, ഒരു രാജ്യത്തിന്റെ അല്ല. ഇല്ല. നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്നാലും സുവിശേഷമുണ്ട്, ബൈബിളുണ്ട്, സുവിശേഷകനുണ്ട്. എവിടെ ചെന്നാലും മറക്കണ്ട. ഈ ഒരു അഭിമാനം ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കണം. രാജാവേ, എൻ്റെ സന്ദേശത്തെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ രക്ഷകനെ കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. 3, എനിക്ക് എന്നെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട്. എന്നെപ്പോലെ ആയിക്കോ, എന്നെപ്പോലെ ആയിക്കോ. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായി യേശുവിനെ നോക്കണമെന്ന് പറഞ്ഞ പൗലോസ് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ നോക്കിക്കോളാം. എന്താ എൻ്റെ കാര്യം എന്നറിയോ? ഈ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായി യേശുവിനെ നോക്കിക്കോളാൻ പറയുന്നത് ഒരു ഒഴിഞ്ഞുമാറലല്ലേ? അല്ലേ? യേശുവിനെ എവിടെ പോയി നോക്കാനാ? യേശുവിനെ എവിടെ പോയി നോക്കും? പാവപ്പെട്ടവര് നിന്നെ നോക്കത്തുള്ളൂ. സുവിശേഷകൻ പറയുന്നില്ലേ, സുവിശേഷം പറയുന്ന നിന്നെ നോക്കത്തുള്ളൂ.
പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്, എന്നെ നോക്കല്ലേ, നിന്നെയും കൂടെ നോക്കാൻ അനുവദിക്കണം കേട്ടോ, നിന്നെയും കൂടെ നോക്കാൻ അനുവദിക്കണം. നിന്നെ ആരാധിക്കാൻ വരുമ്പം വേണ്ടെന്ന് പറയണം, പക്ഷെ നിന്നെ മോഡലാക്കാൻ അനുവദിക്കണം. പ്രൈസ് ദി ലോർഡ്. അയ്യോ എന്നെ നോക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. ഇന്ന് മനുഷ്യരെ അന്വേഷിക്കുന്ന ഒരു മോഡലാകട്ടോ. കർത്താവ് പറയുന്ന പോലെ ജീവിക്കുന്ന വല്ലവരും ഉണ്ടോ എന്ന് മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയുന്ന പോലെ ജീവിക്കുന്ന വല്ലവരും ഉണ്ടോ, പ്രസംഗിക്കുന്നവരുണ്ടോന്നല്ല, ജീവിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക മനുഷ്യര്. പോളിനെ പോലെ ആകുന്നതിനെ പേടിയില്ല. നിങ്ങൾ എന്നെ പോലെ ആയിക്കോ. അവനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനി. അവൻ്റെ സന്ദേശത്തെക്കുറിച്ച് ഉറപ്പുണ്ടായിരിക്കണം, അവൻ്റെ രക്ഷകനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം, അവനെക്കുറിച്ചും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ക്രിസ്ത്യാനിയെ കുറിച്ചുള്ള മൂന്നാമത്തെ വാക്ക് നമ്മുടെ പാഠഭാഗത്ത് തിരിച്ചു വന്നു. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അപ്പൊ മൂന്നാമത്തേത് കഷ്ടം സഹിക്കുന്ന ക്രിസ്ത്യാനി. 1 ശിഷ്യത്വത്തിലേക്ക് വന്ന ക്രിസ്ത്യാനി, 2 സ്വാധീനിക്കുന്ന ക്രിസ്ത്യാനി, 3 കഷ്ടം സഹിക്കുന്ന ക്രിസ്ത്യാനി. കഷ്ടം സഹിക്കണോ നിർബന്ധമാണോ പാസ്റ്ററെ? ഇതല്ലേ ചോദിക്കാൻ വന്ന ചോദ്യം. മറ്റുള്ളവരെ കൂടെ കഷ്ടം സഹിപ്പിക്കണമെന്ന് പാസ്റ്റർക്ക് നിർബന്ധമാണോ? ഇല്ല, എനിക്കൊരു നിർബന്ധമില്ല. ഞാനിങ്ങനെ പറയാൻ കാര്യം, ഒരു പോസിറ്റീവ് പ്രീച്ചർ പറയുന്നത് ഞാൻ കേട്ടു. കഷ്ടതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാർക്കും അവരുടെ വിശ്വാസികൾക്കും ജീവിതകാലം മുഴുവൻ കഷ്ടതയായിരിക്കും. അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാർക്കും അവരുടെ വിശ്വാസികൾക്കും ജീവിതകാലം മുഴുവൻ അനുഗ്രഹമായിരിക്കും. അപ്പൊ പിന്നെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് തോന്നിപ്പോവും. അപ്പൊ കഷ്ടതയെക്കുറിച്ച് പറയുന്നതും അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നതും ആര് പറയുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, വചനം എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് എടുക്കണ്ടേ? സ്തോത്രം. നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടേ പറ്റൂ എന്നാണോ ഇതിൻ്റെ അർത്ഥം? അല്ല. എന്താണ് ഇത് സംബന്ധിച്ച് നമ്മളൊരു നിഗമനത്തിലെത്തേണ്ടത്? 2 നിഗമനമേ ഉള്ളൂ. 1, യേശുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ സകല കഷ്ടതകളും അവസാനിച്ചു. സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ കയ്യിലേക്ക് വന്നു. ഇതല്ലേ നല്ല മെസ്സേജ്? കേൾക്കാൻ സുഖമുള്ള മെസ്സേജ്. അതെ, പക്ഷെ അത് സത്യമല്ലെങ്കിൽ അതെങ്ങനെയാ പറയുന്നത്? യേശുവിലേക്ക് വരുന്നതോടുകൂടെ കഷ്ടതകൾ തീരുന്നു, സങ്കടങ്ങൾ അവസാനിക്കുന്നു, നിന്ദകൾ അവസാനിക്കുന്നു, അപമാനങ്ങൾ അവസാനിക്കുന്നു. നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്നെ വാലല്ല തലയാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകയില്ല. എന്നോട് എതിർക്കുന്ന ശത്രുക്കൾ എല്ലാവരും ഛിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. നല്ലതല്ലേ അത്? അതെ. അത് എഴുതിയ ദൈവദാസനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് അയലോക്കത്തെ ശത്രുക്കളുടെ കാര്യമല്ല, ഞാൻ ഉദ്ദേശിച്ച പിശാചിന്റെ കാര്യമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതോ, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നെന്ന് പറയും. നമ്മുടെ അകത്താരാ? പറീസ് കുട്ടി, തോമസ് കുട്ടി ഒക്കെ അല്ലേ? അതാണ് വിഷയം. അപ്പൊ ഈ മെസ്സേജ് നല്ലതാണോ എന്നുള്ളതല്ല ചോദ്യം, ബിബ്ലിക്കലാണോ എന്നാ ചോദ്യം. നല്ലത് ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ ബിബ്ലിക്കലാണോ? കഷ്ടം വരണോ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. കർത്താവ് കഷ്ടത മാറ്റുമോ? നിശ്ചയമായിട്ട് മാറ്റും. രോഗം മാറ്റുമോ? മാറ്റും. വേദനകൾ മാറ്റുമോ? മാറ്റും. സ്തോത്രം. സിമ്പിളായിട്ടൊന്ന് ഓർത്തേ, എടുക്കേണ്ട സമയം പോകും. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ ഭാരം കർത്താവ് എന്ത് ചെയ്യും? എടുത്തു മാറ്റും. അടുത്ത വാക്യം, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അപ്പോൾ ഒരു വലിയ ചുമട് എടുത്തു മാറ്റിയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നുകം വെക്കും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവാണ്. എന്നാ മൃദുവാണേലും നുകം അല്ലേ? അപ്പോൾ ഭാരം എടുത്തു മാറ്റും. പക്ഷെ യേശു ഒരു നുകം
വെക്കും. ആ നുകത്തിനൊരു ഗുണമുണ്ട്, അത് മൃദുവാണ്, ലഘുവാണ്. മൃദു ലഘു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ശരിയായ അർത്ഥം? അവരവരുടെ പ്രാപ്തിക്കൊത്തതാണ്. അതിൻ്റെ വ്യാഖ്യാനം പറയുന്ന ഒരാൾ എഴുതിയത് പറയാം. യേശു ഒരു കാർപ്പൻ്ററുടെ വീട്ടിലല്ലേ വളർന്നേ. റെഡിമെയ്ഡ് നുകം മേടിക്കാൻ കിട്ടും. പക്ഷേ നല്ല കർഷകര്, നല്ല പാരമ്പര്യമുള്ള കാർപ്പൻ്ററെ ചെന്ന് കാണും. അവൻ പറയും, നിങ്ങളുടെ കാളെ കൊണ്ടുവരൂ, അതനുസരിച്ചുള്ള നുകം ഉണ്ടാക്കിത്തരാം. അങ്ങനെ കാർപ്പൻ്ററുടെ വീട്ടിൽ കാളയും കൊണ്ട് ചെല്ലണം. കാളയുടെ ആരോഗ്യവും കഴുത്തിൻ്റെ വണ്ണവും ഒക്കെ ഒന്ന് പരിഗണിച്ചിട്ടേ മുഖം ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ ഒരു കാർപ്പൻ്ററുടെ വീട്ടിൽ വളർന്ന യേശു ആ ആശയമാണ് എഴുതിയത്. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘു എന്ന് പറഞ്ഞാൽ കോമൺ നുക അല്ല ഞാൻ കൊടുക്കുന്നത്. ടോമിക്ക് പറ്റിയ നുകം ടോമിയുടെ തൂക്കം നോക്കി, പ്രഷർ നോക്കി ഞാൻ ഉണ്ടാക്കും. അതല്ല ലില്ലിക്കുട്ടിക്ക് കൊടുക്കുന്നത്. ഞാൻ ലില്ലിയുടെ ഷുഗർ എത്ര, പ്രഷർ എത്ര, കൊളസ്ട്രോൾ എത്ര, ഏത് വീട്ടിൽ നിന്നാണ് വന്നത്, അമ്മായിയമ്മ പോരിന് എത്ര ഡെൻസിറ്റി ഉണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ട് പറ്റിയൊരു നുകം ഞാൻ അവക്ക് കൊടുക്കും. എൻ്റെ നുകം മൃദു, എൻ്റെ ചുമട് ലഘു എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് നുഖമല്ല. നിനക്കെത്ര താങ്ങാമെന്ന് നിന്റെ അമ്മയ്ക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ യേശുവിനറിയാം. കൈകൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. റെഡിമെയ്ഡ് നുഖം തരത്തില്ല, നിന്റെ പാകത്തിനുള്ളതേ നിനക്ക് തരത്തുള്ളൂ. അതുകൊണ്ട് അത് കുടഞ്ഞ് കളയരുത്, എക്സ്ചേഞ്ച് എന്നുള്ള പരിപാടി വിടരുത്. ഇത് റെഡിമെയ്ഡ് സാധനം അല്ല, നിന്റെ അളവിനുണ്ടാക്കിയതാ. പിന്നെ എങ്ങനെയാ മാറിയെടുക്കുന്നത്? എങ്ങനെയാ മാറിയെടുക്കാൻ പറ്റുകയില്ല. നിനക്ക് കറക്റ്റ്, നിനക്ക് മാത്രമേ ഉള്ളത്. ആ നുകം ഉലകത്തിൽ വേറൊരാൾക്കില്ല. അതെ, നിന്റെ പേരുണ്ട്, സൂക്ഷിച്ചു നോക്ക. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ തുനിയരുതേ. നുകത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ 2-3 കാര്യം പറയാം. ഒന്ന്, എത്ര സോഫ്റ്റാന്ന് പറഞ്ഞാലും നുകത്തിനൊരു വെയിറ്റ് ഉണ്ട്, കനമുണ്ട്. 2, നുകത്തിനൊരു ബന്ധനമുണ്ട്, അതിലൊരു കയറുണ്ട്, ലോക്ക് ചെയ്യും. ഓക്കെ. 3-ാമത്തെ കാര്യം, ഇത് കുറേ നേരം വെച്ച് കഴിയുമ്പോൾ ഇവിടെ പൊട്ടും. കുറേ നേരം വെച്ച് കഴിയുമ്പോൾ വേദന എടുക്കും. അപ്പം നുകത്തിന് വേദനയുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്, ബന്ധനമുണ്ട്. 4-ാമത്തെ കാര്യം, നുകത്തിന് ഒരു വിധേയത്വമുണ്ട്. ഒന്ന് കുനിഞ്ഞു നിൽക്കാതെ നുകം വെക്കാനൊക്കെയില്ല, ഒന്ന് കീഴടങ്ങി കൊടുക്കണം. വിധേയത്വം 2 പേരോടാണ്. 1 ഉടമസ്ഥനോടും, 2 ഈ നുകത്തിൻ്റെ മറ്റേ തലയ്ക്ക് നിൽക്കുന്ന ആളോടും. മൃഗം നുകം വയ്ക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥന് വിധേയപ്പെടുന്നു, അപ്പുറത്ത് നിൽക്കുന്ന മൃഗത്തോടും വിധേയപ്പെടുന്നു. അല്ല പറ്റുമോ? ഇവൻ്റെ കൂടെ ഞാൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരുന്നത് ആർക്കാ? കർഷകനാണ്. അപ്പോൾ ഒറ്റ മിഷൻ ഓടത്തില്ല. സഹകരണം ഇതിനകത്തുണ്ട്, വിധേയത്വം ഇതിനകത്തുണ്ട്. ആമേൻ. ഒരു ഭാരമുണ്ട്, ഒരു ബന്ധനമുണ്ട്, ഒരു വേദനയുണ്ട്, ഒരു വിധേയത്വമുണ്ട്, ഒരു സഹകരണമുണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഈ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഏതൊക്കെ കഷ്ടത വരാം, എന്തൊക്കെ കഷ്ടത വരാം, അങ്ങനെ പറഞ്ഞിട്ടില്ല. പൗലോസിന് എന്തൊക്കെ വന്നെന്ന് 2 കൊരിന്ത്യർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇന്നത്തെ ക്ലാസിന്റെ ഒടുവിലേക്ക് നമ്മൾ എത്തുന്നു. 1 തെസ്സലോനിക്കർ 3:3 ഉറക്കെ വായിക്കാമോ? കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ആ വാക്യത്തിന് നമ്മൾ എന്ത് വ്യാഖ്യാന കൊടുക്കുക? സകല വിശുദ്ധന്മാരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ആ വചനമെന്ന് സ്വീകരിക്കാതെ പറ്റുമോ? അപ്പൊ അതാരെന്തെല്ലാം വ്യാഖ്യാനം ഇറക്കി വിട്ടാലും ഈ വചനങ്ങളെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോന്ന് എൻ്റെ ചോദ്യം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലെന്ന് പറഞ്ഞൊരു മൂഢ സ്വർഗം ഉണ്ടാക്കാതെ കർത്താവെ അത് സ്വീകരിപ്പാനും അതിനെ അതിജീവിപ്പാനുമുള്ള കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്? സ്തോത്രം. ഇനി ആ 3:3 കണ്ടിന്യൂവേഷൻ 7 വായിച്ചേ. സഹോദരന്മാരെ,
ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസ ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. കേട്ടായിരുന്നോ? നിങ്ങൾ കഷ്ടതയിൽ തളരാതെ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ആശ്വാസം പ്രാപിച്ചു. അപ്പൊ കഷ്ടതയുടെ ഗുണം എന്തുവാ? മറ്റൊരാളുടെ ആശ്വാസം. ഇതൊരു ശരീരമല്ലേ, സഭ ഒരു ശരീരമല്ലേ. അപ്പൊ ഒരു അവയവത്തിന് പെയിൻ വന്നാൽ എല്ലാ അവയവത്തെയും ബാധിക്കും. ആ അവയവം സുഖം പ്രാപിക്കുമ്പോൾ എല്ലാ അവയവവും ബലപ്പെടും. അപ്പൊ ഒരു വിശ്വാസി കഷ്ടമനുഭവിക്കുമ്പോൾ അവൻ അതിൽ തളരാതെ നിൽക്കുന്നത് കണ്ട് വേറൊരാൾ എന്ത് ചെയ്യുന്നു? ബലപ്പെടുന്നു. എത്ര കൃത്യമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 1:4 മുതൽ 6 വരെ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. വ്യാഖ്യാനം കൂടാതെ മനസ്സിലായല്ലോ? ഞാനൊന്ന് പറയാം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു ഞങ്ങളുടെ കഷ്ടതയിൽ. അതുകൊണ്ട് അതേപോലെ കഷ്ടതയിലുള്ള ഏതൊരാളെ ആശ്വസിപ്പിക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് ഈസിയാ. മനസ്സിലായ ആ വാക്യം? അതാ, ദൈവം ഞങ്ങളുടെ കഷ്ടത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് അതേപോലെയുള്ള കഷ്ടത്തിലുള്ള ഏതൊരാളെ ആശ്വസിപ്പിക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. അതിന് ഞങ്ങൾ ക്വാളിഫൈ ചെയ്തു. അപ്പൊ മനസ്സിലായോ? നാം കടന്നു പോകുന്ന പ്രയാസങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാ. നിനക്കൊരു ശുശ്രൂഷ തരാനും കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് അനുഭവിക്കുമ്പോൾ അറിയാം, ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് അതിന്. അനുഭവസ്ഥൻ ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഹീലാവും. ഈ ബൈബിൾ ഡിക്ഷണറിക്കകത്തുനിന്ന് വായിച്ചു പറഞ്ഞാൽ ഒരു പ്രയോജനം കിട്ടുകയില്ല. അനുഭവത്തിൽ നിന്നൊരു കാര്യം അങ്ങ് പറയുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖത്തൊരു സമാധാനം വരുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നിന്നെ പ്രാപ്തയാക്കാൻ വേണ്ടി ദൈവം നിനക്കൊരു പ്രയാസം 2015 അനുവദിച്ചു. എന്നിട്ട് ദൈവം തന്നെ നിന്നെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഇപ്പം നിന്നോട് പറയുക, നീ ചിലരെ ആശ്വസിപ്പിക്കണം, നീ ചിലരെ ആശ്വസിപ്പിക്കണം, നീ ചിലരെ ആശ്വസിപ്പിക്കണം. സ്തോത്രം. അപ്പോൾ കഷ്ടതയുടെ പർപ്പസ് വ്യക്തമാകുന്നുണ്ടോ? ആമേൻ. റോമർ 5 നിന്ന് അതിന്റെ വേദശാസ്ത്രവും കൂടെ പറയാം. റോമർ 5 1, 2, 3, 4. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രത്യാശിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ വാക്യത്തിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടെന്ന, രക്ഷിക്കപ്പെട്ടു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അർത്ഥം നമ്മളൊരു ചർച്ചിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു എന്ന സാധാരണ മനസ്സിലാകുന്ന അർത്ഥമാണ് പറയുന്നത്. വേറെ അർത്ഥം ഉണ്ട് അതിന്. ഓക്കെ. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് കർത്താവിന്റെ വരവിലുള്ള പ്രത്യാശയും നമുക്കുണ്ട്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇത്രയൊക്കെ ആയെങ്കിലും കഷ്ടത മാറിയിട്ടില്ല. പക്ഷേ കഷ്ടതയ്ക്കൊരു മാറ്റം വന്നു. അതെന്താണെന്നറിയാവോ? കഷ്ടതയെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് മാറി, കഷ്ടതയെക്കുറിച്ചുള്ള എൻ്റെ അറിവ് മാറി.
അതുകൊണ്ട് തന്നെ എൻ്റെ മനോഭാവം മാറി. രണ്ട് മാറ്റം വന്നു. ഒന്ന്, കഷ്ടതയെക്കുറിച്ചുള്ള എൻ്റെ ഇതുവരെയുള്ള അറിവെന്ന് പറയുന്നത് അത് ശാപമാണ്, അത് കഷ്ടകാലമാണ്, അതാരോ എനിക്കിട്ട് എന്തോ ചെയ്തതാണ്, തലേവരെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഞാനൊരു ശുശ്രൂഷയിലേക്ക് വരും, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കും എന്ന അറിവെനിക്ക് വന്നു. അതുകൊണ്ട് എൻ്റെ മനോഭാവം മാറി. ഞാനിപ്പോൾ കഷ്ടതയിൽ പ്രാകുകയല്ല, പിന്നെ എന്ത് ചെയ്യുക? പ്രശംസിക്കുക. ആമേൻ. ഇതാണ് ഇതിൻ്റെ ഉപദേശ വിഷയം. ഉപദേശ വിഷയമായി ഇപ്പം പറഞ്ഞത്. മറ്റേതൊക്കെ ഓരോരോ അനുഭവങ്ങളാണ് വായിച്ചത്. കഷ്ടം സഹിക്കുന്ന ക്രിസ്ത്യാനി എന്ന ഹെഡിങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനത്തിലെ മുഖ്യ വിഷയവും അത് തന്നെയാണ്. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായി നിന്നതുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട്, ദൈവവചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന കഷ്ടം അന്നത്തെ പീഡനങ്ങളാണ്. ഈ മാർഗത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പീഡനങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതാണ് ക്രിസ്ത്യാനിയെ കുറിച്ചുള്ള 3 ബൈബിൾ പ്രസ്താവനകൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പ്രാർത്ഥിക്കാം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയ സ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയ സ്ഥാനം. നീറിടും വേളയിൽ